ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് 4 മണി ചായക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പരിപ്പോട ഉണ്ടാക്കാം. അപ്പോൾ പരിപ്പോട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ പരിപ്പ് കുതിരാനിടണം. അപ്പോൾ കുതിരാനെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു 8 മണിക്കൂറോളം കുതിരണം കേട്ടോ പരിപ്പ്. ആ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പാത്രത്തിലേക്ക് വാരി വയ്ക്കണം, അതിൻ്റെ വെള്ളം പോകാനായിട്ട്. ആ വെള്ളം വാർന്ന് കഴിയുമ്പോഴത്തേക്കും അത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് ഇങ്ങനെ ഇടയിലിടയിലുണ്ടാവണം, കൂടുതൽ പോർഷനും ഇങ്ങനെ അരഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ ശരിക്കും ഒന്ന് അരയും ചെയ്യരുത്. അപ്പം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അരയുമ്പോഴത്തേക്ക് അടിഭാഗം ഇങ്ങനെ ഇളക്കി വരാൻ ഇച്ചിരി പാടാട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു വരുമല്ലോ. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ രീതിയിൽ അത് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഉള്ളി, ഒത്തിരി ഉള്ളിയൊന്നും വേണ്ട. ഇപ്പം ഞാനിതിപ്പോൾ ഒരു 2 കപ്പ് പരിപ്പാട്ടം എടുത്തേക്കണത്, ചെറിയൊരു കപ്പിൽ 2 കപ്പ് പരിപ്പ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. കറിവേപ്പില കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പരിപ്പുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണ് കേട്ടോ. നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യണേ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താട്ടോ നമ്മൾ പരിപ്പ് ഇങ്ങനെ ചതച്ചെടുത്തത് ഉപ്പിട്ട് കൊടുത്താണ്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് നോക്കി ഉപ്പൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളതെടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ പാനിൽ എണ്ണ ചൂടായപ്പോഴത്തേക്കും ചെറിയ ഉരുളകളാക്കിയിട്ട്, വലിയതാകുമ്പോഴത്തേക്കും ഉള്ളു വേകാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ചെറിയ ഉരുളയാക്കിയിട്ടൊന്ന് വെള്ളം ഒന്ന് കയ്യിലൊന്ന് തൊട്ടിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെക്കണം. സിമ്മിലെ തീ ഇടാവുള്ളൂ. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അകം വേകില്ല, പുറം മാത്രം ഇങ്ങനെ കരിഞ്ഞു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ സമയം വേണം കേട്ടോ. അപ്പോൾ പതുക്കെ ഇളക്കി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ. ചിലതൊക്കെ ഇച്ചിരി പൊട്ടിപ്പോയി എന്നൊക്കെ ഇരിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് കഴിക്കാനുള്ള സാധനമില്ലേ, നമുക്ക് ഏറ്റവും വൃത്തിക്ക് കഴിക്കണല്ലേ ഏറ്റവും നല്ലത്. ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ല കേട്ടോ. ഞാൻ വീട്ടിലെനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഉമ്മ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേ കേട്ടോ. അല്ലാണ്ട് ഞാൻ വലിയ പാചകക്കാരിയേ അല്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, താങ്ക് യു.